നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്സിഡൻറ്റോ സിക്നെസ്സോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിനോട് സംസാരിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, സിബ്ലിങ്സ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് യു ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഡു തിങ്സ് ഫോർ യു. ബട്ട് ഇൻ ദിസ് കൺട്രി, ഇൻ ന്യൂസിലൻഡ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എൻ്റെ മരണം കഴിഞ്ഞാൽ യു വോണ്ട് ടു ബി ബെറീഡ് ഓർ ക്രിമേറ്റഡ്. ഓക്കെ, വേർ യു വോണ്ട് ടു ബി cremated and buried here in New Zealand, or you want nammade aalkar back, you want to take me back to India, you can specify that. When you take back to India, expenses on that, you can even make provisions. Okay, 10,000 to be kept aside for my burial and cremation expenses. Adu namukku cheyam. So we help you to bargain on the correct price. We can do that for you. Many of our clients don't know that. You can do that. Your lawyers will help you to do that. പിന്നെ ഒരു എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ വി വിൽ അഡ്വൈസ് യു എന്താണ് അവിടെ എഴുതേണ്ടത്. കണ്ടീഷൻസ് വേണം, ഫൈനാൻസ് കണ്ടീഷൻ, ലിം കണ്ടീഷൻ, ബിൽഡിംഗ് റിപ്പോർട്ട് കണ്ടീഷൻ, ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ ഈ മെത്ത് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം FM-ന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ടോക്ക് ഷോയിൽ ജോയിൻ ചെയ്യുന്നത് ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ അനേക വർഷത്തെ ലോ പ്രാക്ടീസുള്ള ജോൺസൺ പോൾ ലോയേഴ്സിലെ സോളിസിറ്റർ ലിസ ജോൺസനാണ്. നമ്മൾ മലയാളികൾക്ക് ന്യൂസിലൻഡിൽ ജീവിക്കുമ്പോൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ലിസ നമ്മുടെ ഈ ഷോയിലേക്ക്. താങ്ക് യു സിന്ധു. ലിസ, ഞാൻ ഈ വിഷയത്തിലേക്ക് ലിസയെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഈയിടെയായി നമ്മുടെ മലയാളികൾക്കിടയിൽ ഒത്തിരിയധികം അപകടങ്ങൾ കേൾക്കുന്നു. അത് ചെറുപ്പക്കാർ തൊട്ട് മുതിർന്നവർ തന്നെ അസുഖങ്ങൾ, അപകടങ്ങൾ പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരവസ്ഥയിൽ എന്ത് തരം ലീഗൽ സൈഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെയിൻലി നോക്കണ്ടേന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്സിഡൻറ്റോ സിക്നെസ്സോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിനോട് സംസാരിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, സിബ്ലിങ്സ്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് യു ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഡു തിങ്സ് ഫോർ യു. ബട്ട് ഇൻ ദിസ് കൺട്രി, ഇൻ ന്യൂസിലൻഡ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെന്ന് പറഞ്ഞാലും ചൈൽഡ് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, you don't have the authority to take the decision of your medical issues or decisions that you need to take about your health. അപ്പോൾ അവിടെയാണ് നമുക്ക് enduring power of attorney എന്ന് പറഞ്ഞ് for health and welfare. Okay? That's a very important document that you need to have. അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോണറാണ്. We are giving the power of attorney to, it could be your husband, or it could be your daughter or your son or anybody, your best friend, whoever you trust. You're giving them the power to take care of your health and welfare in case something goes wrong and you are not able to take a decision on your own. incapacitated ആകുമ്പോഴാണ്. Yes. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് എന്ത് തരം മെഡിക്കേഷനാണ്, ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അവർ നമ്മളോട്. That is because we are still capable of taking that decision. The moment we are not able to take that decision, that's when the doctors will request for an EPOA so that the attorney can take that decision for you. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്? ഏത് പ്രായത്തിൽ ചെയ്യണം? അത് കപ്പിൾസിനാണോ ചെയ്യാൻ പറ്റുന്നത്, പേരൻസിനാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കാമോ ലിസ? നമുക്ക് അസുഖം വരുന്നതും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും ഏജ് വൈസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈവൻ യങ്സ്റ്റേഴ്സ്, പക്ഷേ ഫ്രം ആഫ്റ്റർ ദി ഏജ് ഓഫ് 18
അതിന് താഴെ വി ആർ മൈനേഴ്സ്. അത് നമ്മുടെ പേരൻസ് വിൽ ടേക്ക് കെയർ ഓഫ് ആർ ഡിസിഷൻസ്. പക്ഷേ ഒരു 18 years കഴിഞ്ഞിട്ട് ഉള്ള ഏജാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾവേസ് ഹാവ് ആൻ EPOA ഡൺ. ബിക്കോസ് എന്താ നമുക്ക് സംഭവിക്കാൻ പറ്റുന്നതെന്ന് വി ജസ്റ്റ് ഡോണ്ട് നോ. ബിക്കോസ് നൗ ഡേയ്സ് ഇപ്പം സിന്ധു പറഞ്ഞില്ലേ, ദർ വാസ് ആക്സിഡൻറ്റ്, ദർ വർ അതർ ഇഷ്യൂസ്. അപ്പം അങ്ങനെ വരുമ്പോൾ വി നെവർ നോ, ഈവൻ യങ്സ്റ്റേഴ്സ് ക്യാൻ കം ഇൻ ടു ദാറ്റ്. സോ യു ഗോട്ട് ടു ബി റെഡി. ആൻഡ് ഐ വുഡ് സേ ഫ്രോം 18 years you have to have a EPOA. അത് പറഞ്ഞപ്പോൾ 18 താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ആരായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്? Parents, because they are considered as a minor. അതുകൊണ്ട് അവർക്ക് ഈ EPOയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ EPOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്നുള്ളത് മാത്രമല്ല. സോ ദർ ഇസ് വൺ മോർ എൻഡ്യൂറിംഗ് പവർ ഓഫ് എറ്റേണിറ്റി ഫോർ പ്രോപ്പർട്ടി മാറ്റേഴ്സ്. അപ്പം ഇഫ് യു ഹാവ് ദാറ്റ്, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ EPOA will come into play only once you've become incapacitated for your health and welfare. But property, even if you are still able to take your own decisions, you can still give the power of attorney to look after your property, like for example your bank accounts, നമ്മുടെ എക്സ്പെൻസസ്, നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ if you have an EPOA for property, you can give the power of attorney to your attorney. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണോ അതോ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ? ഒന്നിച്ച് ചെയ്യാം, ബട്ട് 2 different forms. പക്ഷെ നമ്മൾ ഒന്നിച്ച് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലിസ പറഞ്ഞതിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി EPOയുടെ ഇമ്പോർട്ടൻസ്. ഒന്ന്, നമുക്ക് മെഡിക്കേഷൻ നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിന്നിന് കൊടുക്കാനും, 2 നമ്മുടെ പ്രോപ്പർട്ടി കാര്യങ്ങൾ ഡീൽ ചെയ്യാനും. വേഴ്സ് സിനാരിയോയിൽ EPOA ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്പൗസിനോ വൈഫിനോ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ആ ആൾ ഇൻകാപ്പസിറ്റേറ്റഡ് ആണ് താനും, എന്തായിരിക്കും അപ്പോഴത്തെ ഒരു ലീഗൽ സൈഡ് അതിൻ്റെ? EPOA ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗോയിങ് ടു ബി ക്വൈറ്റ് സ്ട്രെസ്ഫുൾ. ബിക്കോസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞാലും വൈഫാണെന്ന് പറഞ്ഞാലും വി കാൻ ടേക്ക് ഡിസിഷൻ ഫോർ the person who has been incapacitated. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും if it's a wife, then the husband will have to apply to the courts, the family court, to get the order from there. അപ്പം it's a quite a stressful and time consuming lengthy process ആണത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും you're putting stress on everyone. അല്ലേ, നമുക്ക് EPO ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ദേ വിൽ ഹാവ് ടു അപ്ലൈ ടു ദ കോർട്ട് ആൻഡ് ദാറ്റ് ഓൾസോ ഇസ് നോട്ട് എൻ ഈസി പ്രോസസ്. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം നമുക്ക് വി ഹാവ് ടു ഗിവ് ദ ഡോക്ടർ സർട്ടിഫിക്കറ്റ് to where the doctor will certify that this person is incapacitated, can't take decisions on their own. അപ്പം നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കണം കോർട്ടിന്. Now court, what they do is the judge doesn't know your husband or your family members. Who is the right person, the judge അറിയില്ല. So the judge will appoint an independent lawyer. This independent lawyer will probably come and talk to your husband or your wife, whoever it is, the family members, friends, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ they will make a report and give it to the judge. ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ judge will decide who is going to be your the person. We call it the welfare guardian na parayna. But who will be your welfare guardian to look after your health and welfare? It applies to property as well. ഇപ്പം EPOA for property ഇല്ലെങ്കിലും property managerനെ appoint ചെയ്യും. So you see the problem. ഇപ്പം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ നോക്കണം. പക്ഷേ EPO ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പം വി കാനോട്ട് ഡിസൈഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പം നമ്മുടെ ഹസ്ബൻഡിന് ഞാനാ നോക്കേണ്ടതെന്ന് പറയാൻ പറ്റത്തില്ല. ദ കോർട്ട് വിൽ ഡിസൈഡ്. സോ ദാറ്റ് ഈസ് വൈ EPO ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ഇറ്റ്. ഇപ്പം നമ്മൾ നല്ല മെൻ്റലി കേപ്പബിൾ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിത് വെക്കേണ്ടത് ഫോർ അവർ എമർജൻസി വാട്ട് എവർ മേ ഹാപ്പൻ ടു അസ്. തീർച്ചയായിട്ടും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു അൺനെസസറി സ്ട്രെസ്സും കൂടെ നമ്മൾ എടുക്കേണ്ടി വരുന്നു, നമ്മൾ ടൈംലി ആയിട്ട് ഈ EPOA ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനിയും അടുത്തൊരു ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷനും കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ലിസ. മെഡിക്കേഷൻ ചെയ്തതിന് ശേഷം അൺഫോർച്ചുനേറ്റ്ലി ആൾ ഡെത്താകുകയാണ്.
അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ EPOA ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായിരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ദെൻ EPOA ഹാസ് നോ വാലിഡിറ്റി. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ എൻഡ്യൂറിങ് പവർ ഓഫ് അറ്റോർണി ഈസ് വാല്യുബിൾ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിസ് ഗോസ് ഔട്ട് ദ ഡോർ. പിന്നെ അവർ നോക്കുന്നത് ഡു യു ഹാവ് എ വിൽ. അപ്പം വിൽ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലീഗൽ ഡോക്യുമെൻറ്റ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സ്റ്റിൽ എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് അറ്റ് ദ മൊമെൻറ്റ്. ബിക്കോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ഓൺ ഓട്ടോമാറ്റിക്കലി ടു അവർ ജനറേഷൻ. പക്ഷെ ഇവിടെ അതങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഞാൻ വില്ലില്ലാണ്ട് ഞാനിപ്പം വില്ലില്ലാണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ nobody can touch my estate, my property. Husband, again, as I said, husband ആണെന്ന് പറഞ്ഞാലും പിള്ളേരാണെന്ന് പറഞ്ഞാലും it will not go automatically to them. There is another process. So that means you are dying intestate എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും intestacy law rules under the Administration Act 1969 അതിൻ്റെ അനുസരിച്ച് the court will take over and distribute your assets, whatever you have, according to that law. So if I have to say, I can give you examples of what happens when you don't have a will. ഇപ്പം വില്ലില്ലാണ്ട് നമ്മൾ മരിക്കുമ്പോൾ the court will appoint an administrator. അപ്പോൾ അത് നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കണം എന്നില്ല. They have to put in an application and get the letters of administration. അതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അഡ്മിനിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി ഉണ്ട്. ഇപ്പം ഞാനാ മരിച്ചെങ്കിൽ the first order in the priority is my husband. He will get what I have. Husband illa, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക്. പിള്ളേരില്ല, the next one will be the parents of the deceased. That means my parents. എൻ്റെ parents ഇല്ലെങ്കിൽ then it will go to my brothers and sisters. അവരും ഇല്ല, then it goes to grandparents. Grandparents ഇല്ലെങ്കിൽ uncles, aunts. ഇപ്പം അവരും ഇല്ലെങ്കിൽ then my entire property will go to the government, the New Zealand government. So you see, when I'm saying, when this നമുക്ക് വില്ലില്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോപ്പർട്ടി, നമ്മളുടെ അസറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോവില്ല. സോ the thing is that നമ്മളുടെ if I want my property to go to my husband and my children, വില്ലില്ലെങ്കിൽ it's not necessary the court will decide in that manner. Even where, just to give you another example, I'm taking all of this from the act itself. അവിടെയാണ് എല്ലാ എക്സാമ്പിൾസും ഉള്ളത്. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ the court will say, okay, the husband will get all my personal belongings എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജ്വല്ലറി, കാറ്, ഫർണിച്ചേഴ്സ്, അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ everything will go to my spouse, surviving spouse. പിന്നെ the spouse will also get a certain amount from your estate. Currently it is $155,000 plus 1/3 of the rest of my property. പിന്നെ ഉള്ള ബാലൻസ് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഇത് ഹസ്ബൻഡ് ഇല്ല, പിന്നെ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റ് അനുസരിച്ച് പിന്നെ അത് ഗവൺമെൻറ് അതിനനുസരിച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം you're going through a stressful period there. It's not just stressful for namalillalo, but stressful for our surviving loved ones. It doesn't happen at the snap of a finger. You have to put application, the courts will go through the process, they will have to validate and make sure that it is being done properly. It will take time. Adannoru time process on chalpon 6 months, chalpon 1 year, chalpon even goes up to even more than a year. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇപ്പം ലിസ പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്ന പലർക്കും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും പിന്നെ വില്ലിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പലർക്കും പേടിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഈ വില്ലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വില്ലിൽ കവർ ചെയ്യാൻ പറ്റും ഈ ഡോക്യുമെൻറ്റിനകത്ത്? ഈ വില്ലിനകത്ത് യു ക്യാൻ കവർ lots of things. Okay, ഈ വില്ലിനകത്ത് നമ്മൾ എഴുതുന്ന വെച്ചാൽ നമുക്കുള്ള അസറ്റാണ്. ഈ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can cover your personal properties. ഇപ്പോൾ say for example, I'll give you examples. നമുക്കൊരു എക്സിക്യൂട്ടർ വേണം. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എൻ്റെ വില്ലിൽ എൻ്റെ സ്ട്രേറ്റ് എക്സിക്യൂട്ടർ is my husband. My husband is not there or he's unable to
take over that, or he's passed away, then you need to have an alternative executor. ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം I have clients who add they want to give the jewellery. അല്ലെങ്കിൽ എനിക്കൊരു വണ്ടിയുണ്ട്. I have a special collection of books or maybe arts or paintings, and I want those to go to a particular person, either to it can be anyone in your family or your friend, or you can even give it to charity. അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് പൈസ എനിക്ക് എൻ്റെ നീസിനോ നെവ്യൂനോ എനിക്കൊരു 10,000 അല്ലെങ്കിൽ 15,000 5,000 ക്യാൻ ബി എനി എമൗണ്ട്. ഐ ക്യാൻ പുട്ട് സ്പെസിഫൈ ദാറ്റ് നീസിൻ്റെ പേരും അഡ്രസ്സും എല്ലാം ഇട്ട് നമുക്ക് എമൗണ്ട് എല്ലാം വെച്ച് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ KiwiSaver doesn't automatically go to your surviving spouse, or you have to mention that in your will. Okay, നമുക്ക് KiwiSaver ഉണ്ടെങ്കിൽ if it is more than 15,000 and more, you have to specify that in your will. Who do you want that to go? അല്ലെങ്കിൽ it will be left in it will be very difficult പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് you may have a business, shares in a business, in a company. Life insurance ഉണ്ട്. ചില ലൈഫ് ഇൻഷുറൻസ് will not allow you to put a നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ഇൻ ടു ദ വിൽ. ഇപ്പോൾ യു ഹാവ് ടു മെൻഷൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ്, യുവർ ലൈഫ് ഇൻഷുറൻസ് മെമ്പർ നമ്പർ, ആൻഡ് ഐ വുഡ് ലൈക്ക് ദിസ് ടു ഗോ ടു മൈ ഹസ്ബൻഡ് or my son or daughter, or it's your will, it's up to you who you want to give. So those are the things you can give as legacies. So then you have you got to arrange and make sure that ഡെറ്റ്സ്, ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മോർഗേജ്, അതിൻ്റെ ഡെറ്റ്സ്, ലയബിലിറ്റീസ്, പേയ്മെൻറ്റ്, എനി ഡ്യൂസ് ടു IRD, എനി ഹയർ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ക്ലിയർ ഓഫ് ദാറ്റ് യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ ഡെറ്റ്സ് ആർ ഓൾ ക്ലിയർഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ യു ക്യാൻ ഗിവ് ടു ചാരിറ്റീസ്. ഓക്കെ, so if you have a specific charity of your choice, I have a lot of them giving to churches. I want to give 10,000 to this particular church. I want to give 10,000 to SPCA. അപ്പം അങ്ങനെ ഒത്തിരി ക്ലയൻസ് ഞങ്ങൾക്ക് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ പെറ്റ്സ്. ഓക്കെ, ഇപ്പം ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം യങ്സ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ദേ ഹാവ് ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ്, ബട്ട് you can provide for those your pets as well. So if you have passed away and if you want your friend who has been helping you, you can say this friend of mine, she can take my pet or my dog, or you can make that, put that as well. Okay, അതെല്ലാം നമുക്ക് നമ്മളുടെ വില്ലിന് നമ്മളുടെ ഇഷ്ടം നമ്മുടെ പേരിലുള്ള അസറ്റ്സ് എന്തൊക്കെയാണോ നമുക്ക് നമ്മുടെ വില്ലിനകത്ത് എഴുതി. ഇപ്പോൾ ഡോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഇതന്നെ ഇത് ഭയങ്കര സില്ലി ആണല്ലോ എന്ന് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാം. ബട്ട് ഇറ്റ്സ് നോട്ട്. വില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഇഷ്ടമാണ് അതിനകത്ത് എഴുതി വെക്കുന്നത്. പിന്നെ വിൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഓൾസോ മെൻഷൻ ഇൻ ദ വിൽ ഈസ്, പിന്നെ റെസിഡ്യൂ വരുന്നതെല്ലാം വിൽ ഗോ ടു യുവർ ഹസ്ബൻഡ് ഓർ വൈഫ്. If they are not there, then to my children in equal shares. ഇപ്പം നമ്മൾ ആരും ഇല്ല, ഇപ്പം യു ഹാവ് ടു മേക്ക് ദാറ്റ് പ്രൊവിഷൻ ആസ് വെൽ നൗ. ഹസ്ബൻഡ് മരിച്ചു, വൈഫ് മരിച്ചു, പിള്ളേരില്ല, ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല, ആരും ഇല്ല നമുക്ക് കൊടുക്കാൻ. Then who do you want to give it to? Then I can say, okay, I want it to go to my parents. അല്ലെങ്കിൽ my parents and my husband's parents in equal shares. അല്ലെങ്കിൽ my brothers and sisters in equal shares. അപ്പോൾ ആ ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു ക്ലോസ് വി ഓൾവേസ് ട്രൈ ആൻഡ് എംഫസൈസ് ടു അവർ ക്ലയൻസ് ഹാഡ് ഇറ്റ്. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും. സോ വി ഡോണ്ട് വോണ്ട് അവർ ഹാർഡ് ഏൺഡ് മണി ആൻഡ് അസെറ്റ് ടു ഗോ ടു ദ ഗവൺമെൻറ്, അല്ലേ? give it to our loved ones, let them enjoy it. അപ്പോൾ അത് we have to specify who it is and all that stuff. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യങ് കപ്പിൾസിന് they have small children. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ you need guardians. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു പിള്ളേരെ ആരാ നോക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. If my husband is not there, then you need to have a guardian. You can have one and you can have an alternative guardian as well.
So that is very important because you are making provisions for the welfare of your child as well. അപ്പം that you can add there. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ മരണം കഴിഞ്ഞാൽ you want to be buried or cremated. Okay? Where? You want to be cremated and buried here in New Zealand, or you want നമ്മുടെ ആൾക്കാർ back, you want to take me back to India. You can specify that. But when you take back to India, expenses under, you can even make provisions. Okay, 10,000 to be kept aside for my burial and cremation expenses. അത് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ for example I can say there are many who are specifying, going even more detail into their death funeral expenses and funeral arrangements. They will say, I want my funeral mass to be done in this particular church, അല്ലെങ്കിൽ this particular whatever their choices. പിന്നെ ഇവിടുത്തെ നമ്മളുടെ പള്ളിയിലൊക്കെ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ മാസമൊക്കെ കഴിഞ്ഞ് ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ചായയും കാപ്പിയും കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കുക. You can specify that too. So you see there's lots of things you can do in a will. A will is, you can have very simple will, you can have complicated wills as well. അപ്പം everything, whatever you wish, it's not foolish. You put it because നമ്മളുടെ ആഗ്രഹമാണ്, നമ്മളുടെ ഇൻഡിവിജ്വൽ ആഗ്രഹമാണ്. പിന്നെ എനിക്കൊരു കാര്യം, ഇറ്റ്സ് പ്രോബബ്ലി എ ബിറ്റ് ഔട്ട്, ബട്ട് ഐ കൻ സേ ദാറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലയൻസ്, നമ്മൾ മിക്കവാറും എല്ലാവരും ക്ലയൻസ് കപ്പിൾസ് വിചാരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പം ഒരു വില്ല് പോരെ. ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. വില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം ആണ് ഞാൻ എഴുതി വെക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം ഹസ്ബൻഡ് എഴുതി വെക്കട്ടെ. അപ്പം ഇൻഡിവിജ്വൽസ് നീഡ് ടു ഹാവ് ദിയർ ഓൺ വിൽസ്. അപ്പം ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ ഇലാബറേറ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ എല്ലാ പൊസഷൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാവുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് വില്ല്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. വില്ല് എഴുതാതെ ഒരു ഹസ്ബൻഡ് മരിക്കുന്നു, കുട്ടികൾ മൈനറാണ്, അവരുടെ ഗാർഡിയൻഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ലീഗൽ സൈഡ് തീരുമാനിക്കുക? ഇപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫ് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ദ ഗാർഡിയൻഷിപ്പ് ഗോസ് ടു ദ വൈഫ്. വൈഫ് മരിച്ചു കഴിയുമ്പം മരിച്ചു കഴിയുമ്പോഴാണ് ഗാർഡിയൻഷിപ്പ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ദ കോർട്സ് വിൽ ടേക്ക് ഓവർ. ഇഫ് യു ഡോണ്ട് ഹാവ് എ വിൽ and you have children, you have assets, then the court will decide. They will appoint the administrator of their choice. ചിലപ്പം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം എന്നില്ല, അവർ നോക്കും who is the best capable person to look after your affairs and the affairs of your child. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരില്ലെങ്കിൽ it becomes a problem, ഇല്ലേ? ഗവൺമെൻറ് will decide. അപ്പോൾ അതുകൊണ്ടാണ് it is very important that you write a will, at least for the sake of your little children. Write the will and make sure that you make arrangements for their provision as well. തീർച്ചയായിട്ടും. ഒരു സംശയം കൂടെ ഇതിൻ്റെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വില്ല് എഴുതി വെക്കുന്നു. ഹസ്ബൻഡിൻ്റെ കാലശേഷം ഹസ്ബൻഡ് എഴുതുകയാണ് ഇതെൻ്റെ മകൾക്ക് കൊടുക്കണം, പക്ഷെങ്കിൽ ഈ പ്രോപ്പർട്ടി, ഹൗസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ജോയിൻറ്റ് ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നിയമവശം നമ്മളോട് പറയുന്നത്? പ്രോപ്പർട്ടി ജോയിൻറ്റ് ഓണർഷിപ്പ് പ്രോപ്പർട്ടി ആണെങ്കിൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് ജോയിൻറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ അണ്ടർ ദ സർവൈവർഷിപ്പ് റൂൾസ് അനുസരിച്ച് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ദ ഹസ്ബൻഡ്. ഓക്കെ, വൈഫ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഹൗസ് എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് ടു ദ ഹസ്ബൻഡ്, ആൻഡ് ദ ഹസ്ബൻഡ് ക്യാൻ ഗിവ് ഇറ്റ് ടു എനി വൺ ഹൂം ഹീ വിഷസ് വൺസ് ഹീ പാസസ് അവേ. ഐ മീൻസ് ഹീ ക്യാൻ പുട്ട് ദാറ്റ് ഇൻ ഹിസ് വിൽ. മനസ്സിലായില്ലേ? അപ്പം ജോയിൻറ്റ് ഓണർഷിപ്പ് ആയതുകൊണ്ട്. ബട്ട് ദർ ഇസ് വൺ മോർ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് വിച്ച് ഇസ് tenants-in-common. ഓക്കെ, tenants-in-common എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് ആണ്. സോ ഇറ്റ് വിൽ ബി XYZ husband gets half share on the property, ABC half share of the property. അതായിരിക്കും ഷെയർ tenants-in-common. അങ്ങനെ വരുമ്പോൾ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ വൈഫിൻ്റെ ആ 50% ഹാഫ് ഷെയർ വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ഗോ ടു ദ ഹസ്ബൻഡ്. That 50% share will go to the wife's estate.
and gets distributed according to her will. ഇപ്പോൾ ലിസ പറഞ്ഞല്ലെന്നും എനിക്ക് മനസ്സിലായത് ഒരു ജോയിൻറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആണെന്നുണ്ട് ഒരാൾ ഡെത്ത് ആകുകയാണെന്നുണ്ടെങ്കിൽ സർവൈവർക്ക് അത് കിട്ടും. അല്ല ടെനൻസി ഇൻ കോമൺ ആണെന്നുണ്ടെങ്കിൽ ആ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന ഷെയർ പ്രകാരമുള്ള പെർസെൻറ്റേജ് ആയിരിക്കും സർവൈവർക്ക് പോവുക. പിന്നെ അവരുടെ വില്ലാണത്, അവരുടെ വിൽ പ്രകാരം അത് ഡിസ്ട്രിബ്യൂട്ടായി പോകും. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞില്ല സാർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സ് ഉണ്ട്, ബിസിനസ് ബൈ ചെയ്യുന്നവരുണ്ട്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ബൈ ചെയ്യുന്ന പലതരം ബയേഴ്സാണ് മാർക്കറ്റിലുള്ളത്. നാട്ടിലെ പോലല്ല, ഇവിടെ ഏത് പ്രോപ്പർട്ടി ബൈ ചെയ്യുമ്പോഴും ലോയേഴ്സിൻ്റെ സർവീസ് നമ്മൾ എടുക്കാറുണ്ട്. എങ്ങനെയാണ് ലോയേഴ്സിൻ്റെ പാർട്ട് ഈ ബൈയിങ് പ്രോസസ്സിൽ വരുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?